ഇന്ന് കേരളത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ കൊലപാതകങ്ങള്, ലഹരി ഉപയോഗം ഇതൊക്കെയാണ്. ഇതൊക്കെ അവസാനം വന്നു നിൽക്കുന്നത് പാരൻസ് ആണ് ഇതിന്റെ, എസ്പെഷ്യലി മദേഴ്സ് ആണ് ഇതിന്റെ ബാക്കിൽ ഉത്തരവാദികൾ എന്നുള്ള നിലയിലാണ്. അത് അങ്ങനെ വരാൻ കാരണം എന്താന്ന് വെച്ചാൽ, ചിന്തിച്ചു നോക്കിയ ഒരു വിധത്തിൽ അത് ശരിയാണ്. കാരണം ഈ അമ്മമാർക്ക് പലപ്പോഴും അറിയാമായിരുന്നു അവരുടെ കുട്ടികളുടെ സ്വഭാവത്തിലെ മാറ്റവും ചേഞ്ചസും അവർ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അവരതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരോട് പറയുകയോ ഹെൽപ്പ് എടുക്കുകയോ ചെയ്തില്ല. അടുത്തുള്ളവരെയോ ബന്ധുക്കളിനെ ആരെയും അറിയിച്ചില്ല. അവർ ചിന്തിച്ചത് എന്താന്ന് വെച്ചാൽ, മറ്റുള്ളവരെ അറിയിക്കുമ്പോൾ അവര് എൻ്റെ വളർത്തുദോഷമാണ് ഇത് എന്ന് കരുതോ, അല്ലെങ്കിൽ എൻ്റെ കുട്ടി മോശമാണെന്ന് അവരൊക്കെ വിചാരിക്കില്ലേ, ഇത് വിചാരിച്ച് അവരത് മറച്ചു വെച്ചു. അതുകൊണ്ട് എന്താ ഉണ്ടായത്, കുട്ടികളുടെ ഭാവിയും പോയി, പ്രിയപ്പെട്ടവരുടെ ലൈഫൊക്കെ കളഞ്ഞു. ഇന്നിപ്പം അവർ കുറച്ചു പേരോട് മറച്ചു വെച്ച കാര്യം ലോകം മുഴുവൻ അവർക്ക് പറയേണ്ടി വരികയാണ്. ലോകം മുഴുവൻ അത് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. നമ്മൾ എത്ര കാലം എന്ന് വെച്ചിട്ടാണ് വല്ലവരും എന്ത് ചിന്തിക്കുന്നു വിചാരിച്ച് ജീവിക്കുക? നമുക്ക് നമ്മളുടെ കുട്ടികൾ, നമ്മളുടെ ഫാമിലി, അതിനെയാണ് നമ്മൾ വാല്യൂ ചെയ്യേണ്ടത്. മറ്റുള്ളവർ ചിന്തിക്കുന്ന കാര്യം അതവിടെ കിടക്കും. നമ്മൾക്ക് നമ്മളുടെ കുട്ടികളും ഫാമിലിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരു ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഹെൽപ്പ് എടുക്കുക. പുറത്തുള്ളവരോട് പറഞ്ഞിട്ട് നമുക്ക് ഹെൽപ്പ് എടുക്കാം. ആസ്ക് ഫോർ ഹെൽപ്പ്. അതെന്തായാലും നമ്മൾ പഠിച്ചേ പറ്റും.